ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആ ക്ലാസ്സിൻ്റെ തുടർച്ചയായാണ് കേരള സർക്കാരിൻ്റെ പദ്ധതിയായ കുടുംബശ്രീയെക്കുറിച്ചും അനുബന്ധ വസ്തുതകളും പിന്നെ കേരള സർക്കാരിൻ്റെ മറ്റു പദ്ധതികളെക്കുറിച്ചുമാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കേരള സർക്കാർ പദ്ധതിയായ കുടുംബശ്രീയെക്കുറിച്ച് PSC എക്സാമുകളിൽ ചോദിക്കാറുള്ളതാണ്. നമുക്ക് കുടുംബശ്രീയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയ വർഷം 1994 പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ്. 1994 ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത്. 1994 1998 മെയ് 17 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് കുടുംബശ്രീ. നോട്ട് ചെയ്യാം, 1994 ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത്. എന്നാൽ 1998 മെയ് 17 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1 നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1 കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ അഥവാ SPEM എന്ന പേരിലാണ്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ അഥവാ SPEM എന്ന പേരിലാണ്. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. നിലവിലെ അധ്യക്ഷനാണ് AC മൊയ്തീൻ. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. നിലവിലെ അധ്യക്ഷനാണ് AC മൊയ്തീൻ. പറഞ്ഞു നോക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ആദ്യം നടപ്പിലാക്കിയത് 1994 ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ. 1998 മെയ് 17 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇമ്പോർട്ടൻ്റ് ആണ് AB വാജ്പേയിയാണ്. നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1 കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് പോവേർട്ടി ഇറാഡിക്കേഷൻ മിഷൻ അഥവാ SPEM എന്ന പേരിലാണ്. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. നിലവിലെ അധ്യക്ഷനാണ് AC മൊയ്തീൻ. കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംവിധാനമാണ് CDS കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി. കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംവിധാനമാണ് CDS അഥവാ കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി. പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്ന സംവിധാനമാണ് CDS അഥവാ കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി.
അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘമാണ് മേഖലാ വികസന സൊസൈറ്റി അഥവാ ADS. അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘമാണ് മേഖലാ വികസന സൊസൈറ്റി അഥവാ ADS. കുടുംബശ്രീയുടെ ത്രിതല ഘടനയിൽ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടം. കുടുംബശ്രീയുടെ ത്രിതല ഘടനയിൽ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടം. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നത്. കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നത്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് പാലൊളി മുഹമ്മദ് കുട്ടി. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് പാലൊളി മുഹമ്മദ് കുട്ടി. പറഞ്ഞു നോക്കാം. കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്നതും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്നതുമായ സംവിധാനമാണ് CDS അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റി. അയൽക്കൂട്ടങ്ങളുടെ വാർഡ് തലത്തിലുള്ള സംഘമാണ് മേഖലാ വികസന സൊസൈറ്റി അഥവാ ADS. കുടുംബശ്രീയുടെ ത്രിതല ഘടനയിൽ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടം. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നത്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് പാലൊളി മുഹമ്മദ് കുട്ടി. അടുത്തത് നോക്കാം. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. ആദ്യ കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയത് കോട്ടയത്താണ്. നോട്ട് ചെയ്യാം. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. ഇത് ആരംഭിച്ചത് കോട്ടയത്തിലാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ അംബാസിഡർ മഞ്ജു വാര്യറാണ്. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ അംബാസിഡർ മഞ്ജു വാര്യറാണ്. ഉപഭോക്താക്കൾക്ക് കോഴിയിറച്ചി ലഭ്യമാക്കുന്നതിനു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റാണ് കുടുംബശ്രീ ചിക്കൻ. ഉപഭോക്താക്കൾക്ക് കോഴിയിറച്ചി ലഭ്യമാക്കുന്നതിനു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റാണ് കുടുംബശ്രീ ചിക്കൻ. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്വിനി. മനസ്വിനി ആദ്യം ആരംഭിച്ചത് കോട്ടയത്താണ്. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ജൈവ കൃഷിയുടെ അംബാസിഡറാണ് മഞ്ജു വാര്യർ. ഉപഭോക്താക്കൾക്ക് കോഴിയിറച്ചി ലഭ്യമാക്കുന്നതിനു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റാണ് കുടുംബശ്രീ ചിക്കൻ. കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കേരളത്തിലെ നഗരങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾക്ക് ഭക്ഷണവും താമസവും ഒരുക്കാനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ലോഡ്സ്.
ഷീ ലോഡ്ജ് എന്നത് കേരളത്തിലെ നഗരങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾക്ക് ഭക്ഷണവും താമസവും ഒരുക്കാനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ലോഡ്ജ്. കേരളത്തിലെ നഗരങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾക്ക് ഭക്ഷണവും താമസവും ഒരുക്കാനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ലോഡ്ജ്. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് തീർത്ഥം. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് തീർത്ഥം. കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്കു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് എ റൈസ്. കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്കു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് എ റൈസ്. 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കു വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കു വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കു വേണ്ടി കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ്സ് സ്കൂൾ. കുടുംബശ്രീയുടെ ആദ്യ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് 2004 വെങ്ങാനൂരിലാണ്. കുടുംബശ്രീയുടെ ആദ്യ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് 2004 വെങ്ങാനൂരിലാണ്. നോട്ട് ചെയ്യാം. 18 വയസ്സിനു മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. എന്നാൽ തിരിഞ്ഞു പോവരുത്. ബഡ്സ് സ്കൂൾ എന്തിനുള്ളതാണ്? മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കു വേണ്ടി കുടുംബശ്രീ പ്ലസ് കുടുംബശ്രീയുടെ ഒപ്പം ആരും കൂടിയുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ. അപ്പം കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ്സ് സ്കൂൾ. കുടുംബശ്രീയുടെ ആദ്യ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് 2004 വെങ്ങാനൂരിലാണ്. നമുക്ക് പറഞ്ഞു നോക്കാം. ഷീ ലോഡ്ജ്, തീർത്ഥം, എ റൈസ്, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ, പിന്നെ ബഡ്സ് സ്കൂൾ. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. കേരളത്തിലെ നഗരങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾക്ക് ഭക്ഷണവും താമസവും ഒരുക്കാനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ലോഡ്ജ്. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് തീർത്ഥം. കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്കു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് എ റൈസ്. 18 വയസ്സിനു മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കു വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സംരംഭമാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച പ്രത്യേക സ്കൂളുകളാണ് ബഡ്സ് സ്കൂൾ. കുടുംബശ്രീയുടെ ആദ്യ ബഡ്സ് സ്കൂൾ സ്ഥാപിതമായത് വെങ്ങാനൂരിലാണ്, 2004. കുടുംബശ്രീയുടെ പദ്ധതികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നാനോ മാർക്കറ്റ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നാനോ മാർക്കറ്റ്. ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, കൗൺസിലിംഗ് ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ, ആരോഗ്യ സംരക്ഷണ നിർദ്ദേശങ്ങൾ എന്നിവ 24 മണിക്കൂറും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും
ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, കൗൺസിലിംഗ് ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ, ആരോഗ്യ സംരക്ഷണ നിർദ്ദേശങ്ങൾ എന്നിവ 24 മണിക്കൂറും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി പ്രകാരം കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീയും സാമൂഹ്യക്ഷേമ വകുപ്പും സംയുക്തമായി 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്ന പോഷകാഹാരമാണ് അമൃതം ന്യൂട്രിമിക്സ്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി പ്രകാരം കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീയും സാമൂഹ്യക്ഷേമ വകുപ്പും സംയുക്തമായി 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗനവാടികൾ വഴി വിതരണം ചെയ്യുന്ന പോഷകാഹാരമാണ് അമൃതം ന്യൂട്രിമിക്സ്. കേരളത്തിലെ പ്രളയത്തിൽ തകർന്ന കാർഷിക മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമൃദ്ധി. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് എറൈസ് എന്നത്. എന്നാൽ സമൃദ്ധി എന്താണ്? കേരളത്തിലെ പ്രളയത്തിൽ തകർന്ന കാർഷിക മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമൃദ്ധി. നാനോ മാർക്കറ്റ്, സ്നേഹിത, അമൃതം ന്യൂട്രിമിക്സ്, സമൃദ്ധി പറഞ്ഞു നോക്കാം. നാനോ മാർക്കറ്റ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നാനോ മാർക്കറ്റ്. ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം, കൗൺസിലിംഗ് ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ, ആരോഗ്യ സംരക്ഷണ നിർദ്ദേശങ്ങൾ എന്നിവ 24 മണിക്കൂറും ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ടേക്ക് ഹോം റേഷൻ സ്ട്രാറ്റജി പ്രകാരം കേരള സർക്കാരിന് കീഴിൽ കുടുംബശ്രീയും സാമൂഹ്യക്ഷേമ വകുപ്പും സംയുക്തമായി 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗനവാടികൾ വഴി വിതരണം ചെയ്യുന്ന പോഷകാഹാരമാണ് അമൃതം ന്യൂട്രിമിക്സ്. കേരളത്തിലെ പ്രളയത്തിൽ തകർന്ന കാർഷിക മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമൃദ്ധി. ഇനി അടുത്ത പദ്ധതികൾ നോക്കാം. പശുസഖി, ഗ്രാമശ്രീ, ശ്രേഷ്ഠ, ബാലസഭ. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. പശുസഖി മൃഗസംരക്ഷണ മേഖലയിൽ വനിതകൾക്ക് തൊഴിലവസരങ്ങളും വരുമാന ലഭ്യതയും ഉറപ്പാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് പശുസഖി. മൃഗസംരക്ഷണ മേഖലയിൽ വനിതകൾക്ക് തൊഴിലവസരങ്ങളും വരുമാന ലഭ്യതയും ഉറപ്പാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് പശുസഖി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ ആക്കുന്നതിനു വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയറാണ് ശ്രേഷ്ഠ. സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ ആക്കുന്നതിനു വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയറാണ് ശ്രേഷ്ഠ. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുക, പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളും പ്രചോദനവും നൽകുക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ബാലസഭ. കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുക, പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും നൽകുക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ബാലസഭ. പറഞ്ഞു നോക്കാം. പശുസഖി, ഗ്രാമശ്രീ, ശ്രേഷ്ഠ, ബാലസഭ. പശുസഖി മൃഗസംരക്ഷണ മേഖലയിൽ വനിതകൾക്ക് തൊഴിലവസരങ്ങളും വരുമാന ലഭ്യതയും ഉറപ്പാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് പശുസഖി. ഗ്രാമശ്രീ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപണിയിലെത്തുന്ന അരിയാണ് ഗ്രാമശ്രീ. സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റൽ ആക്കുന്നതിനു വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയറാണ് ശ്രേഷ്ഠ.
ബാലസഭ എന്താണ്? കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുക, പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളും പ്രചോദനവും നൽകുക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ബാലസഭ. അപ്പോൾ സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുടുംബശ്രീയെക്കുറിച്ചും കുടുംബശ്രീയുടെ കീഴിലുള്ള ഒരുപാട് പദ്ധതികളെക്കുറിച്ചുമാണ് നാം ഡിസ്കസ് ചെയ്തത്. പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ തുടർച്ചയായ ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.